ഹലോ. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ എന്താ പഠിച്ചേ? ഒരു ഒരു സെൻറ്റൻസിനെ 3 തരത്തിൽ എങ്ങനെ പറയാമെന്ന് പഠിച്ചു. അപ്പോഴാണ് ഞാൻ ആലോചിച്ചത്, ഇങ്ങനെ ഡെയിലി ടാസ്ക് എന്തെങ്കിലും കൊടുത്താൽ, അതായത് ഡെയിലി യൂസ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും കൂടുതൽ നമ്മളുടെ മനസ്സിലേക്ക് വരുന്ന സാധനങ്ങൾ എന്തൊക്കെയാണ്? ഓഫ് കോഴ്സ് ഫീലിങ്സ് അല്ലേ, വികാരങ്ങൾ. നമ്മൾ ഒരു രാവിലെ എണീറ്റ മൂഡായിരിക്കില്ല വൈകുന്നേരം ഓഫീസിൽ നിന്ന് അല്ലെങ്കിൽ പണി കഴിഞ്ഞ് വരുന്ന ഒരാൾക്ക് ഉണ്ടാകുന്നത്. അപ്പോൾ ഇതൊക്കെ ഇരുന്ന് ചിന്തിച്ച് കൂട്ടാൻ എളുപ്പമായിരിക്കില്ല. പക്ഷേ ഫീലിങ്സ്, ഇമോഷൻസ് നമുക്ക് ചിന്തിക്കണ്ടല്ലോ. ഇപ്പോൾ നമുക്ക് സങ്കടം വരികയാണെങ്കിൽ നമ്മൾ ഐ എം സാഡ് എന്ന് നമുക്ക് മനസ്സിൻ്റെ ഉള്ളിൽ ചിന്തിക്കാനെങ്കിലും പറ്റും. അപ്പോൾ അത് വെച്ചിട്ട് നമ്മൾ കുറച്ച് വേർഡ്സ് പറഞ്ഞുതരാം. പറ്റുവാണെങ്കിൽ അതൊന്ന് യൂസ് ചെയ്ത് നോക്കുക. സോ ഫസ്റ്റ് വൺ, എക്സൈറ്റഡ്. എക്സൈറ്റഡ് എന്ന് പറഞ്ഞാൽ എന്താ? ഭയങ്കര എക്സൈറ്റ്മെൻറ്റ്. എന്തിനുള്ള എക്സൈറ്റ്മെൻറ്റ്? ആവേശഭരിതനാവുക. അതായത് ഇപ്പോൾ നാളെ ഒരു ട്രിപ്പ് പോവാണ്ട് നമുക്ക് ഉറങ്ങാൻ പറ്റില്ല. അതെന്തുകൊണ്ടാണ്? ഒരു എക്സൈറ്റ്മെൻറ്റ് കാരണമാണ് അല്ലേ? അതുപോലെ നെർവസ്, പരിഭ്രമം. ഓഫ് കോഴ്സ് ചില കുട്ടികൾക്ക് പരീക്ഷ എഴുതാൻ പോകുമ്പോൾ ഭയങ്കര പരിഭ്രമം ആയിരിക്കും ഇല്ലേ? വേർത്ത് നമ്മുടെ കൈയൊക്കെ, എൻ്റെ കൈയൊക്കെ വേർക്കും. അതാണ് ഈ പരിഭ്രമം. അതാണ് നെർവസ്നെസ് എന്നൊക്കെ പറയും. ഇനി വീട്ടിൽ കുറേ നേരം വെറുതെ ഇരുന്ന, അല്ലെങ്കിൽ ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ വരുന്ന വികാരം എന്താ? ബോറടിക്കുമ്പോൾ തിരിച്ചടിക്കുന്നൊക്കെ പറഞ്ഞിട്ട് ചളികൾ നമ്മൾ കേട്ടിട്ടില്ലേ? അതാണ് ഈ ബോറടി. ബോറെന്ന് പറഞ്ഞാൽ എന്താ? മടുപ്പ് അല്ലെങ്കിൽ വിരസത. ഇനി ഈ ലോകത്ത് തന്നെ ഏറ്റവും വലിയ വികാരം എന്താ? വിശപ്പ്. അതിനെ നമ്മൾ ഹംഗ്രി എന്ന് പറയും. ദാഹം, തേഴ്സ്റ്റി. ഇനി ക്ഷീണത്തിന് നമ്മൾ എന്താ പറയും? ടയേർഡ്. അപ്പോൾ ഈ 6 വാക്ക് നമുക്ക് എളുപ്പത്തിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന സാധനങ്ങളാണ്. അപ്പോൾ ഇത് യൂസ്ഫുള്ളായി എന്ന് ഞാൻ വിചാരിക്കുന്നു. താങ്ക് യു. ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ.